നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് PSC മുൻവർഷങ്ങളിൽ നടത്തിയ കലാ, കായികം, സംസ്കാരം, സാഹിത്യം എന്നിവയുമായി ബന്ധപ്പെട്ട മുൻവർഷ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. മലയാള വിഭാഗത്തിൽ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023 ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ഓപ്ഷൻ സി ആണ് പ്രിയ AS. അപ്പുക്കിളി ഏത് കൃതിയിലെ കഥാപാത്രമാണ്? ഓപ്ഷൻ ഡി ആണ് ഖസാക്കിൻ്റെ ഇതിഹാസം. കീലേരി കുഞ്ഞിക്കണ്ണൻ ഏത് രംഗത്താണ് പ്രശസ്തി നേടിയത്? ഓപ്ഷൻ സി ആണ് സർക്കസ്. തിക്കൊടിയൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ ആര്? ഓപ്ഷൻ എ ആണ് കുഞ്ഞനന്ദൻ നായർ. പാലിലെ വെണ്ണ പോൽ ബൈത്താക്കി ചൊല്ലുന്നേൻ ബാക്കിയും ഉള്ളോവർ ഇതിനെ പഠിച്ചോവർ ഏത് കൃതിയിലെ വരികളാണിവ? ഓപ്ഷൻ സി ആണ് മുഹിയുദ്ദീൻ മാല. ജ്ഞാനപീഠം പുരസ്കാരം നേടിയ SK പൊറ്റക്കാടിൻ്റെ രചന ഏത്? ഒരു ദേശത്തിൻ്റെ കഥയാണ്. 2024 നോർവേ ചെസ് ചാമ്പ്യൻഷിപ്പിൽ മുൻ ലോക ചാമ്പ്യൻ മാഗ്നസ് കാൾസനെ പരാജയപ്പെടുത്തിയ ഇന്ത്യൻ താരം? ഓപ്ഷൻ ഡി ആണ് R പ്രജ്ഞാനന്ദ. കൂടിയാട്ടം ശാസ്ത്രീയമായി എഴുതിയ ആധികാരിക ഗ്രന്ഥം? ഓപ്ഷൻ സി ആണ് നാട്യകൽപ്പ ദ്രുമം. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള 2 കേരളീയ ദൃശ്യകലകൾ ഏവയാണ്? കൂടിയാട്ടവും മുടിയേറ്റുമാണ്. ഒളിമ്പിക്സിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ ഏത് രാജ്യത്തു നിന്നുള്ള ടീമാണ് എപ്പോഴും ആദ്യം മാർച്ച് ചെയ്യുന്നത്? ഓപ്ഷൻ എ ആണ് ഗ്രീസ്. ഡേവിഡ്സ് കപ്പ് എന്തിനുള്ളതാണ്? ഓപ്ഷൻ ബി ആണ് ടെന്നീസ്. നന്ദനാർ ആരുടെ തൂലികാ നാമമാണ്? ഓപ്ഷൻ സി ആണ് PC ഗോപാലൻ. മലയാളത്തിലെ ആദ്യ കളർ സിനിമ ഏതാണ്? ഓപ്ഷൻ ബി ആണ് കണ്ടം വെച്ച കൂട്ട്. ഓണം പരാമർശിക്കുന്ന ഒരു സംഘം കാലഘട്ടത്തിലെ കൃതി? ഓപ്ഷൻ സി ആണ് മധുരൈ കാഞ്ചി. മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട എഴുത്തുകാരൻ? ഓപ്ഷൻ ഡി ആണ് CV രാമൻപിള്ള. കേരള കലാമണ്ഡലത്തിൻ്റെ പുതിയ വൈസ് ചാൻസലർ? ഓപ്ഷൻ സി ആണ് ഡോക്ടർ B അനന്തകൃഷ്ണൻ. NV കൃഷ്ണവാര്യരുടെ അഭിപ്രായത്തിൽ അസീറിയയിലെ നിനവയുടെ ഇന്ത്യൻ സാഹിത്യ നാമം എന്താണ്? ഓപ്ഷൻ ബി ആണ് ശോണിതപുരം. 1995 ജ്ഞാനപീഠം പുരസ്കാരം നേടിയത് ആര്? ഓപ്ഷൻ ബി ആണ് MD വാസുദേവൻ നായർ. ജ്ഞാനപ്പാനയുടെ രചയിതാവ് ആരാണ്? ഓപ്ഷൻ ഡി ആണ് പൂന്താനം നമ്പൂതിരി. പരമ്പരാഗത നാടോടി നൃത്തമായ ഘൂമർ അറിയപ്പെടുന്ന സംസ്ഥാനം? ഓപ്ഷൻ ബി രാജസ്ഥാൻ. ചിൽഡ്രൻസ് ഫിലിം സൊസൈറ്റി ഓഫ് ഇന്ത്യ എപ്പോഴാണ് സ്ഥാപിതമായത്? 1955 മെയ് 11. 2026 ശൈത്യകാല ഒളിമ്പിക്സ് എവിടെയാണ് നടക്കുന്നത്? ഓപ്ഷൻ സി ആണ് മിലാനും കോർട്ടിനോ ഡി ആംബസോയിലും. ഏത് സാഹിത്യകൃതിയിൽ താഴെ പറഞ്ഞ വരികൾ അടങ്ങിയിരിക്കുന്നു? മനസ്സ് ഭയമില്ലാത്തതും തല ഉയർത്തിപ്പിടിക്കുന്നതുമായിടത്ത്, അറിവ് സ്വതന്ത്രമായിടത്ത്, ഇടുങ്ങിയ ഗാർഹിക മതിലുകളാൽ ലോകം ശിഥിലമായിട്ടില്ലാത്തിടത്ത്, സത്യത്തിൻ്റെ ആഴത്തിൽ നിന്ന് വാക്കുകൾ പുറപ്പെടുന്നിടത്ത്, അശ്വാന്ത പരിശ്രമം പൂർണ്ണതയിലേക്ക് കരങ്ങൾ നീട്ടുന്നിടത്ത്. ഓപ്ഷൻ സി ആണ് ഗീതാഞ്ജലിയിലാണ്. 2023 വിംബിൾഡണിൽ വിജയം നേടിയത് ആര്? ഓപ്ഷൻ ബി ആണ് കാർലോസ് അൽക്കാരസ്. ആദ്യത്തെ വയലാർ അവാർഡ് നേടിയ പുസ്തകം? ഓപ്ഷൻ സി ആണ് അഗ്നിസാക്ഷി. ഓസ്കാർ നേടിയ ആദ്യ മലയാളി ആരാണ്? റസൂൽ പൂക്കുട്ടി. ഏകദിന അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സച്ചിൻ തെണ്ടുൽക്കർ എത്ര റൺസ് നേടി? 18,426. കാട്ടുകുതിര എന്ന സിനിമയുടെ തിരക്കഥാകൃത്ത് ആരാണ്? ഓപ്ഷൻ സി ആണ് SL പുരം സദാനന്ദൻ. G ശങ്കരക്കുറുപ്പിൻ്റെ ഓടക്കുഴലിന് ആമുഖം എഴുതിയത് ആരാണ്? S ഗുപ്തൻ നായർ. കുമാരനാശാൻ അന്തരിച്ച വർഷം? 1924. കാഞ്ചനസീത എന്ന സിനിമയുടെ സംവിധായകൻ ആരാണ്? G അരവിന്ദൻ. 2022 ഫിഫ ലോകകപ്പിലെ അർജന്റീന ഫുട്ബോൾ ടീമിൻ്റെ പരിശീലകൻ ആരായിരുന്നു? ഓപ്ഷൻ ഡി ആണ് ലയണൽ സ്കെലോനി. കേരളത്തിലെ ഏത് ജില്ലയിലാണ് തുഞ്ചൻ പറമ്പ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ ബി ആണ് മലപ്പുറം. പത്മ പുരസ്കാരങ്ങളുടെ മാതൃകയിൽ കേരള സർക്കാർ ഏർപ്പെടുത്തിയ കേരള പുരസ്കാരങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? കേരള രത്നമാണ് ഉൾപ്പെടാത്തത്. കേരള ജ്യോതി, കേരളപ്രഭ, കേരളശ്രീ ഒക്കെ പത്മ പുരസ്കാരങ്ങളുടെ മാതൃകയിൽ ഏർപ്പെടുത്തിയതാണ്. കുമാരനാശാനെ വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഓപ്ഷൻ എ ആണ് ജോസഫ് മുണ്ടശ്ശേരി. കുഴി വെട്ടി മൂടുക വേദനകൾ,
കുതികൊള്ളുക ശക്തിയിലേക്ക് നമ്മൾ. ഈ വരികൾ ആരെഴുതിയതാണ്? ഓപ്ഷൻ ഡി ആണ് ഇടശ്ശേരി. ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് വേണ്ടി ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച കളിക്കാരൻ ആരാണ്? ഓപ്ഷൻ ബി ആണ് സുനിൽ ഛേത്രി. ലക്ഷണയുക്തമായ ആദ്യത്തെ മലയാള നോവൽ ഏത്? ഓപ്ഷൻ സി ആണ് ഇന്ദുലേഖ. 2023 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആര്? ഓപ്ഷൻ ബി ആണ് എസ്.കെ. വസന്തൻ. അറിയാത്ത അത്ഭുതങ്ങളെ ഗർഭത്തിൽ വഹിക്കുന്ന മഹാസമുദ്രങ്ങളെക്കാൾ അറിയുന്ന എൻ്റെ നീളാനദിയാണ് എനിക്കിഷ്ടം. ഇതാരുടെ വാക്കുകളാണ്? ഓപ്ഷൻ എ ആണ് എം.ടി. വാസുദേവൻ നായർ. മട്ടന്നൂർ ശങ്കരൻകുട്ടി താഴെ പറയുന്നവയിൽ ഏത് വാദ്യോപകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ഡി ആണ് ചെണ്ട. മലയാള സാഹിത്യത്തിലെ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ എഴുത്തുകാരെ ലഭിച്ച കാലമനുസരിച്ച് ക്രമപ്പെടുത്തുക. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത്. ജി ശങ്കരക്കുറുപ്പ്, എസ് കെ പൊറ്റക്കാട്, തകഴി ശിവശങ്കരപ്പിള്ള, എം.ടി. വാസുദേവൻ നായർ. ഒന്നുകൂടെ നോക്കാം. ജി ശങ്കരക്കുറുപ്പ്, എസ് കെ പൊറ്റക്കാട്, തകഴി ശിവശങ്കരപ്പിള്ള, എം.ടി. വാസുദേവൻ നായർ. യൂറോപ്യൻ ഓപ്പറയോട് സാദൃശ്യമുള്ള കേരളീയ കലാരൂപം? ഓപ്ഷൻ എ ആണ് ചവിട്ടുനാടകം. കളിയെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഒരു ദൃശ്യകലയാണ്. ശരിയാണ്. പച്ച, കരി, കത്തി, താടി എന്നീ വിവിധ വേഷവിധാനങ്ങളുണ്ട്. ശരിയാണ്. 2ഉം 4ഉം ആണ് ശരിയായിട്ടുള്ളത്. കേരളത്തിലെ ആദ്യത്തെ സർക്കസ് പരിശീലന കേന്ദ്രം എവിടെയായിരുന്നു? ഓപ്ഷൻ സി ആണ് തലശ്ശേരി. പറയുന്ന സാഹിത്യകാരന്മാരുടെ തൂലികാ നാമങ്ങൾ ശരിയായത് തിരഞ്ഞെടുക്കുക. ആശാ മേനോൻ, കെ ശ്രീകുമാർ ശരിയാണ്. ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരി ശരിയാണ്. 1ഉം 3ഉം ആണ് ശരിയായിട്ടുള്ളത്. യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നഗരം കോഴിക്കോടാണ്. 2024 ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ് ചാമ്പ്യൻ? ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത്. ഇഗ സിയോടെക്. തന്നിട്ടുള്ളവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. തെറ്റായിട്ടുള്ളത് സി ആണ്. ബാക്കിയെല്ലാം ശരിയാണ്. ഡോക്ടർ ഹെർമൻ ഗുണ്ടഡ്, മലയാള രാജ്യം. ഫാദർ ക്ലെമൻ, സംക്ഷേപ വേദാർത്ഥം. പാറമേക്കാൽ തോമ കത്തനാർ, വർത്തമാന പുസ്തകം. ഇതെല്ലാം ശരിയാണ്. സംഗീത നാടക അക്കാദമിയുടെ മുഖമാസിക? ഓപ്ഷൻ എ ആണ് കേളി. കേരള സംഗീത നാടക അക്കാദമിയുടെ മുഖമാസികയാണ് കേളി. കുമാരനാശാന്റെ പേരിലുള്ള സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻ ബി ആണ് തോന്നയ്ക്കൽ. മലയാളത്തിലെ ആദ്യ ചെറുകഥയായ വാസനാവികൃതി ഏത് മാസികയിലാണ് പ്രസിദ്ധീകരിച്ചത്? ഓപ്ഷൻ ബി ആണ് വിദ്യാ വിനോദിനി. ദേശം പശ്ചാത്തലമായി വരുന്ന ഷീല ടോമിയുടെ നോവൽ ഏത്? ഓപ്ഷൻ സി ആണ് വല്ലി. ഭാർഗവി നിലയം എന്ന മലയാള സിനിമയ്ക്ക് ആധാരമായ ചെറുകഥയുടെ പേര്? ഓപ്ഷൻ ബി ആണ് നീലവെളിച്ചം. താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെ? ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ മലയാളിയാണ് മാനുവൽ ഫെഡറിക്സ്. ശരിയാണ്. ഒളിമ്പിക്സ് സെമി ഫൈനലിലെത്തിയ ആദ്യ മലയാളി വനിതയാണ് ഷൈനി വിൽസൺ. പി.ടി. ഉഷയാണ് ഒളിമ്പിക്സ് ഫൈനലിലെത്തിയ ആദ്യ ഇന്ത്യൻ വനിത. അപ്പോൾ എല്ലാം ശരിയാണ്. പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെ? 2023 അർജുന അവാർഡ് ലഭിച്ച ലോങ് ജംപ് താരമാണ് മുരളി ശ്രീശങ്കർ. ശരിയാണ്. 2023 അർജുന അവാർഡ് ലഭിച്ച ക്രിക്കറ്റ് താരമാണ് മുഹമ്മദ് ഷമി. ശരിയാണ്. ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന കായിക ബഹുമതിയാണ് അർജുന അവാർഡ്. തെറ്റാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന കായിക ബഹുമതി മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡാണ്. അപ്പോൾ ശരിയായിട്ടുള്ളത് 2ഉം 3ഉം ആണ്. 2024 T20 ലോക ക്രിക്കറ്റിൽ ഫൈനലിൽ മത്സരിച്ച രാജ്യങ്ങൾ കണ്ടെത്തുക. ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയുമാണ്. അപ്പോൾ 1ഉം 3ഉം ആണ് ശരിയായിട്ടുള്ളത്. 2023 വയലാർ അവാർഡ് നേടിയ വ്യക്തി? ഓപ്ഷൻ എ ആണ് ശ്രീകുമാരൻ തമ്പി. കഥകളിയിലെ വേഷങ്ങൾ താഴെ പറയുന്നവയിൽ നിന്നും കണ്ടെത്തുക. കത്തി, കരി, താടി, പച്ച, മിനുക്ക്. അപ്പോൾ 1ഉം 3ഉം ആണ് ശരിയായിട്ടുള്ളത്. കളിക്കാരുടെ എണ്ണം 11ആയി നിശ്ചയിച്ചിട്ടുള്ളത് താഴെ പറയുന്ന ഏതൊക്കെ കളിയിലാണ്? ക്രിക്കറ്റ്, ഹോക്കി, ഫുട്ബോൾ. അപ്പോൾ 1ഉം 3ഉം ആണ് ശരിയായിട്ടുള്ളത്. താഴെ പറയുന്നവയിൽ മഹാകവി വള്ളത്തോൾ നാരായണ മേനോന്റെ കൃതിയിൽ ഉൾപ്പെടാത്തത് ഏത്? ഉൾപ്പെടാത്തത് രാത്രിമഴയാണ്. ഭദ്രവിലാപം, ഋതുവിലാസം, കൊച്ചു സീതയൊക്കെ വള്ളത്തോൾ നാരായണ മേനോന്റെ കൃതികളിൽ പെടുന്നതാണ്. കലാമണ്ഡലത്തിന്റെ സ്ഥാപകൻ ആര്? ഓപ്ഷൻ ഡി ആണ് വള്ളത്തോൾ നാരായണ മേനോൻ. ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണ മെഡൽ നേടിയ കായിക താരം ആര്? ഓപ്ഷൻ സി ആണ് മൈക്കിൾ ഫെൽപ്സ്. കെ.സി. ലേഖ ഏത് കായിക മേഖലയിലാണ് തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ളത്? ഓപ്ഷൻ എ ആണ് ബോക്സിംഗ്. ഫയദോർ ദസ്തവേസ്കിയുടെ ജീവിതത്തെ അടിസ്ഥാനമാക്കി പെരുമ്പടവം ശ്രീധരൻ രചിച്ച നോവൽ ഏത്? ഓപ്ഷൻ ബി ആണ് ഒരു സങ്കീർത്തനം പോലെ. ഇലഞ്ഞിത്തറ മേളം ഏത് ഉത്സവവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ ബി ആണ് തൃശ്ശൂർ പൂരം.
2023 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം നേടിയ വ്യക്തി? ഓപ്ഷൻ സി ആണ് നർഗേസ് മുഹമ്മദി. 2023 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തി? ഓപ്ഷൻ ബി ആണ് എസ് കെ വസന്തൻ. അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ 50 സെഞ്ചുറി നേടിയ ആദ്യ താരം? ഓപ്ഷൻ സി ആണ് വിരാട് കോഹ്ലി. ഇന്ത്യ 2023 ഏഷ്യൻ ഗെയിംസിൽ നേടിയ ആകെ മെഡലുകൾ എത്രയാണ്? 107 ആണ്. 2023 സെപ്റ്റിമിയാസ് അവാർഡ്സിൽ മികച്ച ഏഷ്യൻ നടനായി തിരഞ്ഞെടുക്കപ്പെട്ട നടൻ ആര്? ഓപ്ഷൻ ബി ആണ് ടോവിനോ തോമസ്. 38ാമത് ദേശീയ ജൂനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയായ നഗരം? കോയമ്പത്തൂരാണ്.